ഈ 90s അതിൻ്റെ മുമ്പും ജനിച്ച ആൾക്കാരുണ്ട്. നമ്മളൊക്കെ അതിന് മുമ്പും അതിലും ജനിച്ച ആൾക്കാരാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ നോക്കുമ്പം 2000-ലെ കുറേ പിള്ളേർ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വൻ ഹിറ്റായി മാറുന്നുണ്ട്. ശരിക്കും ഈ 90s-ലെ ആൾക്കാർക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല തോന്നുന്നുണ്ടോ? ഞാൻ ശരിക്കും 80s ആണ്. ഓക്കെ, ശരിക്കും ഇതുവരെ ന്യൂജൻ 90s കിട്ടായിരുന്നു. ഇപ്പൊ 20s ആയി. സംഭവം എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ന്യൂജൻ എന്ന സംഭവം ഇല്ല. കാരണം വെച്ചാൽ ഞാൻ കുറെ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ കുറെ വർഷങ്ങളായി 10 വർഷമായിട്ട് ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ലാസ്റ്റ് നിയറസ്റ്റ് ആയിട്ട് ഒരു ഇന്റർനാഷണൽ കോളേജിൽ ഞാൻ ട്രെയിനിങ്ങിന് പോയി. അവിടെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ട എല്ലാ കുട്ടികളെയും കണ്ടിരിക്കണം. ബാക്ക് നിൽക്കുന്ന കുട്ടികൾ, ചോദ്യം ചോദിക്കാൻ മടിക്കുന്ന കുട്ടികൾ, അതേപോലെ തന്നെ ഇത് നോക്കുമ്പോൾ ഓടിക്കളിക്കുന്ന കുട്ടികൾ, ഭയങ്കര ആക്റ്റീവായ കുട്ടികൾ എല്ലാവരും ഉണ്ട്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ന്യൂജൻ സംഭവമാണെന്ന് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മളെ കാലഘട്ടത്തിലും എന്തുണ്ടായിരുന്നു, നല്ല പെർഫോം ചെയ്യണം, നല്ല അടിപൊളി ചെക്കന്മാരുണ്ടായിരുന്നു. പക്ഷെ അവർ ലോകം മൊത്തം അവർ അറിയില്ലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരു ചെറിയ സ്കൂളിൽ ഒരു ചെക്കൻ ആക്റ്റീവ് ആണെങ്കിൽ കേരളം മൊത്തം ഫേമസാ ആ സോഷ്യൽ മീഡിയ വഴി. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ അവനെയാണ് ന്യൂജന്റെ പ്രതിനിധിയായിട്ട് കാണുന്നത്. എന്നാൽ അന്ന് എന്തെല്ലാം തെണ്ണിപ്പുണ്ടോ, അന്ന് എന്തെല്ലാം ആക്റ്റീവ് ഉണ്ടോ, അന്ന് എന്തെല്ലാം ഡൗൺ ആയ കുട്ടികളുണ്ടോ, അതൊക്കെ ഈ കാലഘട്ടത്തിലുണ്ട്. ഒരേമാതിരിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ 90-കളും 80-കളും 70-കളും ഇപ്പോൾ ഉള്ളതും ഏകദേശം ഈക്വലി അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ ഒരേപോലെയാണ് എല്ലാ കാലഘട്ടവും. അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട് എന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. മനുഷ്യന്മാർ അന്നും ഇന്നും ഒരേപോലെ തന്നെ.